നമസ്കാരം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന സൂചന ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശത്തെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന 150 പേരെ പൂജയുടെ ഭാഗമാക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ നിന്നും ഒരംഗത്തിൻ്റെ പേര് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിത യാത്രയിൽ വിലങ്ങുതടിയായി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് അത്തരത്തിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, അവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ പല അപകടങ്ങളിലും നിങ്ങൾ ചാടുന്നതായ സാഹചര്യവുമുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അവരെ അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചില വ്യക്തികൾ മൂലം അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം മാനസികപരമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. അത്തരം ചില അവസ്ഥകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് വ്യക്തികൾ തന്നെ ആകണം എന്നില്ല, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളുമാകാം. നിങ്ങൾ വളരെ വിശ്വസിച്ചതായ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ പല വിധത്തിലുള്ള പ്രവൃത്തികളും നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒരു മോചനം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയോട് നിങ്ങൾക്ക് മോചനം നൽകണം എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നതായി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും കരകയറ്റണം എന്ന ആ പ്രാർത്ഥന നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലം സിദ്ധിക്കുന്നതിന് സഹായകരമായി തീർന്നിരിക്കുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മോചനം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുൻപിൽ പല കാര്യങ്ങളും അടഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്, പല വഴികളും അടഞ്ഞിരിക്കുന്നതായ സാഹചര്യം. ഇതിലൂടെ മുന്നോട്ട് പോയാൽ രക്ഷ നേടുവാൻ സാധിക്കും എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചതായ ചില കാര്യങ്ങൾ പോലും അടഞ്ഞിരിക്കുന്നതായ അവസ്ഥ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഏതു വഴിയാണോ നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞിട്ടുള്ളത് അത് തന്നെ തുറക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്നതായ അനുഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് 10 മടങ്ങ് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യമോ വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായ ചില തീരുമാനങ്ങൾ മൂലമോ സാമ്പത്തികപരമായ തകർച്ച അല്ലെങ്കിൽ ചില തിരിച്ചടികൾ നേരിടുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ ഇത്തരത്തിലൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ധനം നിങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തതായ ചില കാര്യങ്ങൾ മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സമാധാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്പം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായതും ഒഴിവാക്കേണ്ടതുമായ ചില കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. ചില വ്യക്തികൾ മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് ബിസിനസ് പരമോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരം ചില ചർച്ചകൾ
അല്ലെങ്കിൽ അത്തരം ചില തീരുമാനങ്ങൾ ചിലർ എടുത്തതായി ചിന്തിക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വീണ്ടും പുനർചിന്തനം നടത്തുകയോ അല്ലെങ്കിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് മുൻപിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങളെ ചിന്തിച്ച് ഇരിക്കുന്നതായ ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ പല രീതിയിലും ചതിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകിയതായ വ്യക്തിയായിരിക്കാം. അവർക്ക് അല്പം ഉയർച്ച വന്നു ചേരുകയും അത്തരം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ പലപ്പോഴും അവർ മറന്നു പോകുന്നതും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്നതുമായ ഒരു കാര്യം, അവർ കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ തകർച്ചയിൽ നിന്നപ്പോൾ അല്ലെങ്കിൽ വിഷമതകളിൽ നിന്നപ്പോൾ നിങ്ങൾ മാത്രമാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്ന അത്രയും നിങ്ങൾ അവരെ സഹായിച്ചു. എന്നാൽ നിങ്ങളുടെ സഹായം കൈപ്പറ്റി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു അല്ലെങ്കിൽ അവർ ഉയർന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങളെ അവർ ഒഴിവാക്കി എന്നുള്ളതാണ്. അവർക്കിപ്പോൾ അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഭഗവാൻ സന്ദേശമായി നൽകുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്നതായ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അവരെ സഹായിച്ചു. അത് നിങ്ങളുടെ നല്ല മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും ഉയർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്നുള്ളതാണ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ട്. കാരണം പല അവസരങ്ങളിലും തകർന്നു പോയപ്പോൾ, മനസ്സ് വല്ലാതെ വിഷമിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി മാത്രമാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്. അതിനാൽ തന്നെ ആ വിശ്വാസം തന്നെയാണ് നിങ്ങളെ രക്ഷിച്ച് നിർത്തുന്നത് എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും, ഇനിയും തകർക്കാൻ ശ്രമിച്ചാൽ പോലും അത് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ചില കാര്യങ്ങൾ ആ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളോ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈശ്വര ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുവാൻ സാധിച്ചത് പോലും. ചില കാര്യങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ, ചില കാര്യങ്ങളിൽ അല്പമൊന്ന് മാറ്റം വരുത്തുന്നതിനാൽ, ചില കാര്യങ്ങൾ അല്പമൊന്ന് നീട്ടിവെക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ തന്നെ തീർച്ചയായും ഈശ്വര കടാക്ഷത്താൽ നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് തോന്നും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ച സാഹചര്യമുണ്ട്. എന്നാൽ ഇനി നിങ്ങളുടെ ഉയർച്ചയാണ് സംഭവിക്കാനായി പോകുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം പലർക്കും അത് സഹിക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് മുൻപിൽ ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അവർ നിങ്ങൾക്കൊപ്പം നിന്നിരുന്നതായ സമയത്ത് അവർ അണിഞ്ഞിരുന്നതായ കാപട്യത്തിൻ്റെ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ അവരെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, അല്ലെങ്കിൽ ചില വ്യക്തികളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ, വിശ്വസിക്കുന്ന ശക്തി കൂടി ഒപ്പമുള്ളതിനാൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ ശ്രദ്ധ അനിവാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കെതിരെ അതിനാൽ പ്രവർത്തിച്ചാലും ഏൽക്കില്ല എന്നുള്ളതാണ്. അതിനാൽ അത്തരം ചില സന്ദേശങ്ങൾ ലഭിക്കുന്നതിലൂടെ കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള മനക്കരുത്തും ഊർജവും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകും. ഈ സമയങ്ങളിലെല്ലാം തന്നെ മനസ്സ് പാകമാക്കി വയ്ക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് അറിയുവാൻ, സംഭവിക്കുന്നതായ കാര്യങ്ങൾ അറിയുവാൻ അവർ തിടുക്കം കാട്ടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. നല്ല കാര്യങ്ങളോ മോശം കാര്യങ്ങളോ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്നറിയുവാൻ അവർ വളരെയധികം തിടുക്കം കാണിക്കുന്നു.
പലരോടും അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പലരുമായി ബന്ധപ്പെട്ടും ഈ കാര്യങ്ങൾ അവർ അറിയാൻ പലപ്പോഴായി ശ്രമങ്ങൾ നടത്തുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ പലപ്പോഴും പൂർണ്ണമായും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിവ് ലഭിച്ചിട്ടില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, ഭഗവാനെ നിങ്ങൾ ഒരിക്കലും അവിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്നും കൈത്താങ്ങായി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്നവരെയും അവർക്ക് നിങ്ങളെ തന്നെ കൂടുതലായി സഹായിക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതായ ചില അനുകൂലമായ വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സമയവും ആഗതമാകുന്നു എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് തന്നെ വിനയായി എന്ന് വരാം. അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ സാഹചര്യം. അതായത് ഏവരെയും വിശ്വസിക്കുകയും ഏവരും പറയുന്നതായ കാര്യങ്ങൾ അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കുന്നതുമായ സാഹചര്യം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വലിയ സ്ഥാനം നൽകിയവർ നിങ്ങളെ അങ്ങനെ കാണാതിരുന്നതിനാലും നിങ്ങൾക്ക് വിഷമമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ ഒരു വിഷമഘട്ടത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ വിഷമങ്ങളെല്ലാം തന്നെ നിങ്ങൾ സമർപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ മുന്നിലാണ്. ആ ശക്തി നിങ്ങളെ കൂടുതൽ ശക്തിശാലിയാക്കി മാറ്റും, അല്ലെങ്കിൽ ധൈര്യശാലിയാക്കി മാറ്റും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന കാര്യമാണ്. ചില കാര്യങ്ങളിൽ അത് പ്രകടമായി തുടങ്ങി എന്നും കാണുവാനായി സാധിക്കുന്നു. എല്ലാം ഇപ്പോൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ആ ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ, ജീവിതം മെച്ചപ്പെടുത്താൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നും കാണുവാനായി സാധിക്കുന്നു. അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി പുതിയൊരു തുടക്കം, അന്ധകാരം നീങ്ങി പുതുവെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. നിത്യജീവിതത്തിലെ അവസ്ഥകൾ പോലും പലപ്പോഴും വളരെ മോശമാണ് എന്നതാണ് കാണുവാനായി സാധിക്കുന്നത്. പല ആവശ്യങ്ങളും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പോലും നിറവേറ്റുവാൻ ചില അവസരങ്ങളിൽ പ്രയാസപ്പെടുന്നതായ വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ കാണുവാനായി സാധിക്കുന്നു. ധനനഷ്ടങ്ങൾ പലപ്പോഴും നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പോലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. അത് ചില സാഹചര്യങ്ങൾ കൊണ്ടും ഇപ്പോഴും തുടരുന്നു. അത് പലവിധ കാരണങ്ങൾ കൊണ്ടും ധനനഷ്ടമോ ധനം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ചില വ്യക്തികൾ നിങ്ങളെ വളരെയധികം വിമർശിച്ചിട്ടുള്ളതാകുന്നു. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് അവർ മനസ്സിലാകാതെ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യവും ഉണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ചിലർ വളരെയധികം സ്വാർത്ഥത വച്ച് പുലർത്തുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ദുർവിധി പല അവസരങ്ങളിലും വേണ്ടപ്പെട്ടവരിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ നേരിടേണ്ടതായ സാഹചര്യവുമുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലും വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇതിൽ നിങ്ങൾക്ക് ഒരു പരിഹാരം കടന്നു വരും. ചില അവസരങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുക. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് സന്ദേശം.